പോളണ്ടിൽ ജീവന്റെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ആഹ്വാനവുമായി നടന്ന മാർച്ച് ഫോർ ലൈഫിൽ 1,00,000-ഓളം പേർ പങ്കെടുത്തു. ഞായറാഴ്ച നടന്ന റാലിയിൽ പങ്കെടുത്തവരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തത് മാർച്ചിന്റെ വക്താവ് ലിഡിയ സാങ്കോസ്-ക്രാക്സ്ബുക്ക് ആണ്. ഗർഭചിത്രം അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ചില നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ നിയമനിർമ്മാണ സഭയിൽ ഉയർന്നു വന്നതിനെ തുടർന്നാണ് മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിച്ചത്. പോളണ്ട് നീണാൽ വാഴട്ടെ എന്ന മുദ്രാവാക്യത്തിന് കീഴിലാണ് റാലി സംഘടിപ്പിക്കപ്പെട്ടത്. പല ദേശീയ മാധ്യമങ്ങളിലും വലിയ പ്രാധാന്യത്തോടെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു എന്നതും ശ്രദ്ധേയമായിരുന്നു. പോളണ്ട് വിശ്വാസത്തിലേക്ക് വന്നതിന്റെ 1058-ാം വാർഷികത്തിലും പോളിഷ് പാർലമെന്റ് മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിക്കുന്നതിന് അനുമതി നൽകിയതിന്റെ 5-ാം വാർഷികത്തിലുമാണ് ഈ മാർച്ച് ഫോർ ലൈഫ് നടത്തപ്പെട്ടത് എന്നതും ശ്രദ്ധേയമായിരുന്നു. ജീവിതം ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ്. ഓരോ മനുഷ്യന്റെയും അനിഷേധ്യമായ അവകാശമാണ് ജീവിക്കുക എന്നത്. അതിനാലാണ് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത് സംരക്ഷിക്കപ്പെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതെന്നും മാർച്ചിന് മുൻപ് പോളിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റ് വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽപ്പെടുന്ന ജീവിതത്തോടുള്ള ആദരവ് ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന കടമകളിലൊന്നാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.